ഇരുന്നോളൂ. അമ്മമ്മയെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ച് കലശം പുഴയിൽ കൊഴുക്കുക. പേടിക്കണ്ട മോളെ, ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. മറ്റാരും ഉപേക്ഷിച്ചാലും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ നിന്നെ. നിന്റെ കഥകൾ മുഴുവൻ കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. ഇത്രയും നല്ല മനസ്സുള്ള നിനക്ക് ഇങ്ങനൊരു ഗതി വന്നല്ലോ. പലപ്പോഴും നന്മയുള്ളവരെയാണ് കാലം പരീക്ഷിക്കാറ്. മോള് വിഷമിക്കണ്ട. എൻ്റെ കയ്യിൽ തന്നെ മോള് വന്ന് പെട്ടത് അതൊരു യാദൃശ്ചിക സംഭവമായിട്ടല്ല ഞാൻ കാണുന്നത്. അതൊരു നിയോഗമാണ്. ചേരേണ്ടടുത്ത് തന്നെയാ നീ വന്ന് ചേർന്നത്. ഈ പുഴയെ സാക്ഷി നിർത്തി, പഞ്ചഭൂതങ്ങളിൽ വിലയം പ്രാപിച്ച നിന്റെ അമ്മമ്മയെ സാക്ഷി നിർത്തി ഞാൻ നിനക്ക് വാക്കു തരുന്നു. നീ പോലും സ്വപ്നം കാണാത്തൊരു ജീവിതം ഞാൻ നിനക്കുണ്ടാക്കിത്തരും. നാരായൺജി പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. നിന്റെ ജീവിതം ഈ നിമിഷം തൊട്ട് മാറാൻ തുടങ്ങുക. ആ മാറ്റം നിനക്കുടനെ ബോധ്യപ്പെടും. നന്നായി വരും. ഞാൻ ചെയ്തോളാം.
ഇത് കഴിയാറായി. എന്തിനാ ഇതൊക്കെ വൃത്തിയാക്കുന്നേ? തിരുവാതിരയല്ലേ? ധനുമാസത്തിലെ തിരുവാതിരയുടെ പ്രത്യേകത അറിയില്ലേ? നല്ല ഭർത്താവിനെ കിട്ടാൻ പെൺകുട്ടികളെ വ്രതം ഇരിക്കുന്ന ദിവസമല്ലേ? അതെ. കല്യാണം കഴിച്ചവരാണെങ്കിൽ ദീർഘസുമംഗലി യോഗത്തിന് വേണ്ടിയും വ്രതമെടുക്കാം. അങ്ങനൊരു വ്രതം എടുത്താ ഞാൻ വ്രതം എടുത്തിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. എന്നാര് പറഞ്ഞു? ഒന്ന് എടുത്തു നോക്ക്. മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചത് അത് നടക്കും. എന്റെ മനസ്സിൽ ഒരാഗ്രഹങ്ങളും ഇല്ല. ഒരു പാഴ്ജന്മം ആർക്കും വേണ്ട. എന്തിനാ ഇങ്ങനെ ജനിപ്പിച്ചേന്നാ ഇപ്പൊ ഞാൻ ഓർക്കുന്നത്. അച്ഛനും പോയി, അമ്മയും പോയി, അമ്മമ്മയും പോയി, ഞാൻ മാത്രം തനിച്ച്. ഇതും എത്ര കാലമാ? നാരായൺജിക്ക് മടുക്കുമ്പോ എവിടെന്നും ഇറങ്ങണം. ഇവിടുന്ന് ഇറങ്ങുന്നത് നല്ലൊരിടത്തേക്കായിരിക്കും. അങ്ങനെ ഒരു യോഗമുള്ള കുട്ടിയാ നീ. ശരിക്കും? അതെങ്ങനെ മനസ്സിലായി? ഞാൻ പ്രശ്നം വെച്ച് നോക്കി, പിന്നെ നിന്റെ നഷ്ടജാതകവും എഴുതി. അപ്പൊ ഞാൻ രക്ഷപ്പെടുവോ? ഉറപ്പായും രക്ഷപ്പെടും. ദേ നീലിന്റെ അമ്മ. വാ അമ്മേ. അമ്മ എന്താ ഇവിടെ? ഞാൻ ഇരിക്കമ്മേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട, ഞാൻ എടുത്തോളാം. നിങ്ങൾ സംസാരിച്ചിരിക്കെ. എന്തൊക്കെയുണ്ട് അമ്മേ വിശേഷങ്ങള്? ആരോഗ്യമൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ എന്നും അമ്മയെക്കുറിച്ച് ഓർക്കും. എന്താ ഓർക്കാന്? അത് ഞാൻ പറയൂല. അതെന്താ, രഹസ്യാണോ? അതെ. എന്നാലും എന്നോട് പറ. എന്റെ അമ്മയുടെ മുഖം ഏതാണ്ട് ഇതുപോലെയാ. വെറുതെ ഇരിക്കുമ്പോ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ ഈ അമ്മയെ വെച്ച് നോക്കും. ഒരു രസം. രസമല്ല, ശരിക്കും അപ്പൊ ആശ്വാസം തോന്നും. ഒരു സുഖം. ആരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നൽ. അമ്മയെന്ന് വിളിക്കാൻ ഇപ്പൊ എനിക്ക് ആരും ഇല്ലല്ലോ. അമ്മമ്മയും പോയി. നീ എന്നെ വിളിച്ചോ അമ്മേന്ന്? വിളിക്കാറുണ്ട് മനസ്സില്. അതല്ലേ പറ്റൂ. അല്ല, അമ്മ എന്തിനാ ഇവിടെ വന്നേന്ന് പറഞ്ഞില്ല? ജാതകം നോക്കാനാ? അതെ. നീലിന്റെ ആണോ അതോ അമ്മയുടെയോ? വലിയ സിദ്ധിയൊക്കെ ഉള്ള ആളാ നാരായൺജി. നാരായൺജി ഇല്ലായിരുന്നെങ്കിൽ ഞാനും ചിലപ്പോ ഉണ്ടാവില്ലായിരുന്നു. സ്നേഹമുള്ള ആളാ. അനാഥയാണെന്ന് അറിഞ്ഞിട്ടും താമസിക്കാൻ എനിക്ക് സ്ഥലം തന്നു. എന്താ സ്വാതി പറയുന്നത്? എനിക്ക് പരിചയമുള്ള അമ്മ ഇത്. ഞങ്ങള് വെറുതെ ഓരോ വിശേഷങ്ങള്. മോളെ, നീ അകത്ത് പോയി പൂജയ്ക്ക് ഒരുക്ക്. വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. നീലിന്റെ അമ്മയോട് നുണ പറയേണ്ട ആവശ്യം എനിക്കില്ല. ഇവള് ആ വീട്ടിലെ മരുമോളായിട്ട് വന്നാൽ നീൽ രാജ്യം മുഴുവൻ അറിയുന്ന ഒരാളായി മാറും. പ്രശസ്തനാവും. പക്ഷെ നാരായൺജി ഈ തടി. അതൊക്കെ മാറും. എല്ലാം ശരിയാവും. അല്ലെങ്കിലും ശരീരത്തിൽ എന്തിരിക്കുന്നു? മനസ്സല്ലേ പ്രധാനം. വലിയൊരു ശരീരമുള്ളതുപോലെ വലിയൊരു മനസ്സുകൾ കൊണ്ട് അത് നീലിനും നിങ്ങൾക്കും ഗുണം ചെയ്യും. ഇന്ന് തിരുവാതിരയാണ്. നെടുമംഗല്യത്തിനു വേണ്ടി സ്ത്രീകൾ തപസ്സിരിക്കുന്ന ദിവസം. അവളുടെ മനസ്സും അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ടാവും. അത് നടക്കണം, നടക്കും. നാരായൺജി പറഞ്ഞ ഒന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. മഹാലക്ഷ്മിയെയാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ പറയുന്നത്. അത് നിരസിക്കരുത്.
ഇന്ന് തിരുവാതിരയല്ലേ, ചെറിയ തോതിൽ ദീപക്കാഴ്ച, അത്രേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അത് വലുതാക്കിയത് ഇവളാ. ഹായ് സ്വാതി. നാരായൺജി എന്നോടൊരു കാര്യം പറഞ്ഞു. അതിന്റെ സത്യാവസ്ഥ അറിയാൻ ഞാനൊന്ന് കാണാനിരിക്കായിരുന്നു. നാരായൺജി പറഞ്ഞത് സത്യമാ. ഞാനാ ഇങ്ങനെ ഒരു പ്രപ്പോസല് നാരായൺജിയോട് പറഞ്ഞത്. പക്ഷേ ഞാനെങ്ങനെയാ നീലിനെ അയ്യോ ഏട്ടനെ അതാ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്തെ. എനിക്കങ്ങനെ തോന്നി. തോന്നലാണല്ലോ പ്രധാനം. അല്ലാതെ ഇഷ്ടം കൊണ്ടല്ലേ? ഇഷ്ടമില്ലാതെ തോന്നൂ. കല്യാണമാണ്, ജീവിതമാണ്. അതിന്റെ ഗൗരവം എനിക്കറിയാം. അപ്പൊ വേദ അത് നടന്നില്ല, നടക്കില്ല. ചേരേണ്ടത് ചേരണം. എനിക്ക് വിധിച്ചത് സ്വാതിയാ. നമ്മൾ തമ്മില് ഒരു ചേർച്ചയില്ല. എനിക്ക് പഠിത്തമില്ല, ഭംഗിയില്ല, പണമില്ല, പിന്നെ ഈ തടി. ഇത്രയും കാലം ഒരു അടുക്കളക്കാരിയെ പോലെയാണ് ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് പരിഷ്കാരം എന്താണെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെയുള്ള എന്നെ കല്യാണം കഴിച്ച നാളെ ഒരിക്കൽ ഞാനൊരു ബാധ്യതയാണെന്ന് തോന്നിയ? അങ്ങനെ തോന്നില്ല, തോന്നാൻ പാടില്ലല്ലോ. ഞാനായതുകൊണ്ടാ. എന്നെ ആർക്കും ഇഷ്ടമല്ല. അമ്മമ്മ ഒഴിച്ച ആരും എന്നെ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. അതെന്റെ തെറ്റാണോ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വലിയ നടൻ, പഠിപ്പും വിവരമുള്ള ആള്, കാശുള്ള ആള്, രണ്ട് തട്ടില്ല നമ്മള്. അങ്ങനെയൊക്കെ ചിന്തിച്ചാ ജീവിക്കാനേ പറ്റില്ല. വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച എത്രയോ കല്യാണങ്ങൾ പിരിയുന്നു. പ്രേമവിവാഹങ്ങൾ തകർന്നില്ലേ? ഇപ്പൊ തന്നെ വേദ. ഒരുമിച്ച് ജീവിക്കണമെന്നായിരുന്നില്ലേ ഞങ്ങളുടെ ആഗ്രഹം? നടന്നോ? നമ്മൾ ഒന്ന് ആഗ്രഹിക്കും, വേറൊന്നും നടക്കും. എന്നെ വിശ്വസിക്കാം. ഇതിന് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഈ കടപ്പാട് എന്നെ രക്ഷിക്കുക ചെയ്യുന്നത്. എന്നോട് ഇതുവരെ ആരും കാണിക്കാത്ത ദയ ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ഞാനും അതാണ് പ്രതീക്ഷിക്കുന്നത്. നാരായൺജി ജാതകങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതിലെ ചേർച്ചകൾ. നീ എൻ്റെ ജീവിതത്തിൽ വന്നാൽ ഞാൻ പ്രശസ്തനാവും. നോക്കാം. നാരായൺജിയുടെ വാക്കുകൾ ഇന്നുവരെ തെറ്റിയിട്ടില്ല. ഇതും തെറ്റില്ല. എന്താ ഇത്? ഇങ്ങനൊന്നും വേണ്ട. ആരും എൻ്റെ കാല് തൊട്ട് തൊടുന്നത് എനിക്കിഷ്ടമല്ല. ക്ഷമിക്കണം. പറഞ്ഞത് കേട്ടപ്പോ അറിയാതെ എനിക്ക് അങ്ങനെ ചെയ്യാനാ തോന്നിയത്. തെറ്റ് കണ്ടാ തിരുത്തിയാ മതി. പിന്നീട് ഒരിക്കലും ഞാനത് ആവർത്തിക്കില്ല. എന്നാ സ്വാധിപ്പിക്കൂ. എന്നെ ഉപേക്ഷിക്കരുത്. എല്ലാവരും ആവശ്യം കഴിയുമ്പോ എന്നെ കളഞ്ഞിട്ടേ ഉള്ളൂ. മാടിനെ പോലെ പണിയെടുത്തതാ തറവാട്ടില്. അവിടുന്ന് ഇറക്കി വിട്ടു. സ്നേഹിച്ചില്ലെങ്കിലും എന്നെ വെറുക്കാതിരുന്നാ മതി. അതൊക്കെ ജീവിച്ചു തുടങ്ങുമ്പോ തനിക്ക് മനസ്സിലാവും. ജീവിതത്തെക്കാൾ വലിയ സർവകലാശാല ഇല്ലല്ലോ. പുതിയൊരു പഠിപ്പ് പഠിക്കാനാ, അല്ലെങ്കിൽ പഠിപ്പിക്കാനാ ഞാൻ തന്നെ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്. സന്തോഷായി. മറക്കില്ല, ഒരിക്കലും മറക്കില്ല ഈ നിമിഷം.
രാഹുലിന് ഈ കല്യാണത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? എന്ന് ചോദിച്ചാൽ നിങ്ങൾ തമ്മിൽ ഒരു ചേർച്ചക്കുറവുണ്ട്. അവളെപ്പോലൊരു പെണ്ണിന് നിങ്ങളെപ്പോലൊരാള്, അത് ആർക്കായാലും തോന്നിപ്പോയില്ലേ ചില ഡൗട്ട്സ്? യെസ്, തോന്നണം. എൻ്റെ ഒരു രീതി എന്താണെന്നറിയോ രാഹുലിന്? മനസ്സ് പറയുന്നത് പോലെ പ്രവർത്തിക്കുക. എന്നെ നയിക്കുന്നത് മറ്റ് പലരുടെയും പോലെ ബുദ്ധിയല്ല, ഹൃദയമാണ്. അതുകൊണ്ടല്ലേ വേറെ ജോലിക്കൊന്നും പോവാതെ നടനാകാൻ വേണ്ടി നടക്കുന്നത്. അഭിനയം ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. മിസ്റ്റർ ക്ലീനാണ്. ആ, അങ്ങനെയാണെങ്കിൽ നല്ലത്. ആരുമില്ലാത്തൊരു കുട്ടിയാ സ്വാതി. ശരിക്കും അനാഥയെപ്പോലെ അവൾ വളർന്നത്. ഞാൻ പോലും അവളോട് നീതി കാണിച്ചിട്ടില്ല. അതിൻ്റെയൊക്കെ കുറ്റബോധം ഉണ്ടെന്ന് കൂട്ടിക്കോ. ചെറുപ്പത്തിലെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ലൊരു ചികിത്സ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവക്കിത്രയും തടി ഉണ്ടാവില്ലായിരുന്നു. ആ സങ്കടം എന്നും എൻ്റെ ഉള്ളിലുണ്ട്. തടി എനിക്കൊരു പ്രശ്നമല്ല രാഹുൽ. ഞാൻ നോക്കുന്നത് ആ ക്യാരക്ടറാണ്. എൻ്റെ ജീവിതത്തിൽ സ്വാതിയെ കണ്ടുമുട്ടിയ ആദ്യത്തെ നിമിഷമുണ്ടല്ലോ, അതിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് മുതലാ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ മാറാൻ തുടങ്ങിയത്. ദൈവം ഓരോരുത്തർക്കും ഓരോന്നല്ലേ കരുതി വെച്ചിട്ടുണ്ടാവുക. രാഹുൽ ഹാൻഡിക്യാപ്ഡായി. എന്താ കാരണം? മെഡിക്കലി പലതും പറയാം, അതാണ് ഇതാണ്. പക്ഷെ അതിനൊക്കെ ഒരു ദൈവികമായ റീസൺ ഉണ്ടെന്നാ എൻ്റെ ഒരു തോന്നൽ. ഇപ്പൊ സ്വാതിയുടെ കാര്യത്തിലും അങ്ങനെ ഒരു തോന്നലാ എന്നെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിച്ചത്. ആശ്ചര്യപ്പെടുന്നവരൊക്കെ പലതും പറയും. നാളെ അവര് ആ പറഞ്ഞ നാവുകൊണ്ട് തന്നെ മറിച്ചും പറയും. ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, അതാണ് പ്രധാനം. അതെങ്ങനെയായിരിക്കണമെന്ന് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ മതി, ഇത് കേട്ടാ മതി. നന്നായി വരും, നല്ലതേ വരൂ നിങ്ങൾക്ക്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഉറപ്പ് ഞാൻ രാഹുലിന് തരാം. മരണം വരെ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും, എൻ്റെ ഭാര്യയായിട്ട്. പോരെ? മതി. നീലിന്റെ നാവീന്ന് ഇങ്ങനെയൊക്കെ കേൾക്കാൻ വേണ്ടി തന്നെയാ ശരിക്കും ഞാൻ വന്നത്. ഓൾ ദി ബെസ്റ്റ്. സന്തോഷായി. താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം. ആ, ഞാൻ ഒരുപാട് വിളിച്ചിരുന്നു. എന്താ എടുക്കാതിരുന്നത്? എന്തിനാ എടുക്കുന്നത്? എന്നെ വേണ്ടാത്ത ആളുമായിട്ട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ എനിക്ക് സംസാരിക്കണം. വേദ അറിയേണ്ട കുറെ പുതിയ ഡെവലപ്മെന്റ്സുകൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ടെങ്കിലോ? കേൾക്കണം. എല്ലാം എനിക്ക് വേദയോട് പറയണം. എങ്കിലേ എനിക്ക് സമാധാനം കിട്ടൂ. ദയവേത് എന്നെ ശല്യം ചെയ്യില്ലേ. എല്ലാം ഒന്ന് മറക്കാൻ ശ്രമിക്കുക ഞാൻ. വീണ്ടും വീണ്ടും വന്ന് അതൊന്ന് ഓർമ്മിപ്പിക്കില്ലേ. വേദ പ്ലീസ്, എനിക്ക് പറയാനുള്ളത് നീ കേൾക്കാദ്യം, എന്നിട്ടൊരു തീരുമാനം എടുക്ക്. എല്ലാം നിനക്ക് വേണ്ടിയാണ് ഞാൻ സഹിക്കുന്നത്. നീ എങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. പറ്റില്ല. ഇനി മണ്ടി അവൻ എന്നെ കൊണ്ട് പറ്റില്ല. അതിന്റെ ആവശ്യമില്ല. ഞാൻ പറയുന്നത് കേട്ട് കഴിയുമ്പോ നിനക്കെല്ലാം മനസ്സിലാവും. ഞാൻ അനുഭവിക്കുന്ന പ്രയാസം. എനിക്കിതൊക്കെ പറയാൻ നീയല്ലാതെ വേറെ ആരാ ഉള്ളത്? നിനക്ക് സന്തോഷം കിട്ടുന്ന ഒരു വാർത്തയും കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. പറയാനുള്ളത് വേഗം പറഞ്ഞു തീർക്ക്. എനിക്ക് പോകാൻ തിരക്കുണ്ട്. നാരായൺജി എന്റെ ജാതകം നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു ഞാൻ. ഒരു ഭാഗത്ത് നിന്നോടുള്ള ഇഷ്ടം, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ
ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. കഥാപ്രസംഗം ഒന്നും എനിക്ക് കേൾക്കണ്ട. കം ടു ദ പോയിന്റ്. എന്താണ് പുതിയ ഡെവലപ്മെന്റ്? അത് മാത്രം പറഞ്ഞാ മതി. ആ, സ്വാതി അറിയില്ലേ, ആ തടിച്ച്, അവളെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. നീൽ, സ്വാതി, ദാ ഇത് നിനക്കുള്ളതാ. 10 പവനുണ്ട്. വേണ്ടായിരുന്നു. അങ്ങനെ മോള് പറയരുത്. പെണ്ണിന് സ്വർണ്ണ അലങ്കാരമാ. കല്യാണ പെണ്ണാവുമ്പം പ്രത്യേകിച്ചും. നിനക്കാവുമ്പോ ഒരു 250 പവനെങ്കിലും ഇട്ടാലേ എന്തെങ്കിലുമൊക്കെ കാണൂ. എന്ത് ചെയ്യാനാ മോളെ, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നേനെ. അപ്പൊ ഇതോ മറ്റേ അലമാരിലിരുന്ന് ഈ പെട്ടിയെ കുറിച്ച് അമ്മ ഓർത്തില്ലല്ലേ? ഇതിലും കുറച്ച് സ്വർണം കാണും. ഇതിൽ നിന്ന് ഒരു 15 പാവം കൂടി ഞാനൊക്കെ കൊടുക്കാൻ പോവാ. അമ്മയ്ക്ക് എതിർപ്പൊന്നും കാണുകയെന്ന് എനിക്കറിയാം. സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു ഇപ്പൊ പറഞ്ഞ ആളല്ലേ? അതെ അതെ. ആ ദാ ഇതെന്റെ തുക. ഇപ്പൊ മൊത്തം 25 പവനായല്ലോ. ഇത് മതി അല്ലേ അമ്മേ? അതെ. ഈ കടമൊക്കെ എങ്ങനെ വീട്ടുമെന്ന് എനിക്കറിയില്ല. അയ്യേ, ഇത് കടമായിട്ടൊന്നും കൂട്ടണ്ട. ഇതൊന്നും ഈ അമ്മ അധ്വാനിച്ച് ഉണ്ടാക്കിയതുമല്ല, നമ്മുടെ മുത്തശ്ശി കൊടുത്തതാ. സത്യം പറഞ്ഞ ഇതിന്റെ പകുതി സ്വാതിക്ക് അവകാശപ്പെട്ടതാ. നീ ഒന്നിട്ടെ, ഞാനൊന്ന് കാണട്ടെ. ദേ, അവന് തലയ്ക്ക് പ്രാന്താ. അവക്കേ 25 പവനാ എടുത്തു കൊടുത്തത്. സാരമില്ല, പോട്ടെ. ഒരു നല്ല കാര്യത്തിനല്ലേ? നല്ല കാര്യം. എന്റെ സ്വർണ്ണ പോയത്. എനിക്ക് വിഷമമുണ്ട്. നമുക്ക് വാങ്ങാന്നേ. ഓ, പറച്ചില് മാത്രമേ ഉള്ളൂ. ഇതുവരെ ഒരു പവന്റെ വള പോലും എനിക്ക് വാങ്ങി തന്നിട്ടില്ല. നമുക്ക് പെൺമക്കളൊന്നും ഇല്ലല്ലോ സ്വർണം വാങ്ങി കൂട്ടാൻ. ഞാൻ പെണ്ണല്ലേ? ഓ, സ്വർണം പോയപ്പോ എന്റെ നെഞ്ചിനകത്തുണ്ടായ പെടച്ചില്. 25 പവനെ. രൂപ എത്രയാ? ആ പോട്ടെ, ഇതോടെ തീരുമല്ലോ എല്ലാം. എല്ലാ കടങ്ങളും കൊണ്ടു പോട്ടെ. എന്താണ് ആലോചിച്ച് കൂട്ടുന്നത്? കല്യാണത്തിന് തലേദിവസം എങ്ങനെയാണെങ്കിൽ കല്യാണം കഴിയുമ്പോ എന്തുമായിരിക്കും? മറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. രണ്ടുപേർക്കും കേടില്ലാതെ ഞാൻ ഈ പ്രശ്നം പരിഹരിച്ചു തരാം. എന്ന് വെച്ചാ കല്യാണം ഒഴിവാക്കാന്നു? അതെ. അതേതായാലും ഇനി വേണ്ട. നീലിനെ കുറിച്ച് മാത്രം ആലോചിച്ച പോരല്ലോ, സ്വാതിയെ കുറിച്ചും ചിന്തിക്കണ്ടേ? അവള് നമ്മുടെ ആരും അല്ലല്ലോ. ഞാൻ ആദ്യം മുതലേ ശ്രദ്ധിക്കുന്നതാ. നിനക്ക് അവളോട് എന്തോ സോഫ്റ്റ് കോർണർ ഉണ്ട്. സ്വാതിയുടെ മനസ്സ് നല്ലതാ. അത് നിനക്കെങ്ങനെ അറിയാം? അകലെ നിൽക്കുമ്പോ പലതും തോന്നും, അടുത്തഴിയുമ്പോ അറിയാം ഏതാ നല്ലതെന്ന്. എന്താ അവിടെ രണ്ടുപേരും കൂടെ വഴക്കോ? ഹേയ്, വഴക്കൊന്നുമില്ല. ഞങ്ങൾ നാളത്തെ അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചുപേരും കൂടെ വിളിക്കായിരുന്നു. ഇതിപ്പോ കല്യാണം വിടാൻ തോന്നുന്നില്ല. ഓ, അവന് ഇഷ്ടമല്ലഞ്ഞിട്ടല്ലേ. കല്യാണം കഴിയുമ്പോ ഒരു റിസപ്ഷൻ എന്തായാലും അറേഞ്ച് ചെയ്യണം. ഇതിന്റെ കേട് അതിൽ തീർക്കാം. നന്നായിരിക്കും. ഒരു ആനയുടെ പാപ്പാനെ കൂടെ പടം കൊടുക്കണം ഇൻവിറ്റേഷൻ കാർഡില്. പിന്നെ സ്റ്റേജിലെ കലാപരിപാടികള്, അതിന്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല. ഇവരെ രണ്ടുപേരും കൂടെ കാണുമ്പോ തന്നെ ആളുകൾ ചിരിച്ചോളും. റിസപ്ഷൻ ഒന്നും വേണ്ട, ഒരാഘോഷം വേണ്ട. കഴിയുന്നതും ആരും അറിയരുത് എന്റെ ഈ കല്യാണം നടക്കുന്നത്. എന്തായാലും തീരുമാനിച്ചു, അതങ്ങ് നന്നായിട്ട് നടത്തിക്കൂടെ? അച്ഛാ പ്ലീസ്, എനിക്കൊരു പ്ലാനുണ്ട്. അതിന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മാത്രം മതി. ഓക്കെ, എല്ലാം നിന്റെ ഇഷ്ടം. നാളെ ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെക്കണം. പിന്നെ ഓർണമെന്റ്സും. ഓർണമെന്റ്സോ? ഓ, താലിമാല. എത്ര പവനാ? അവളുടെ ഒരു ഭൂമിശാസ്ത്രം വെച്ച് ഒരു 10-25 പവനെങ്കിലും വേണ്ടി വരുമല്ലോ. താലിമാല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ചങ്ങല എന്ന് പറയുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. വണ്ണം ഉണ്ടായിപ്പോയിന്ന് കരുതി മരിക്കാൻ പറ്റുമോ?
എനിക്ക് നല്ല സഹതാപമുണ്ട്. നിന്നെ ഓർത്തിട്ടല്ല, വേദ ഓർത്തിട്ട്. പാവം, അവളിത് എങ്ങനെ സഹിക്കും? അവളുടെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരിക്കണമായിരുന്നു. വെട്ടി പീസ് ആക്കിയേനെ ഇവനെ. നീ ഒന്ന് പോകുന്നുണ്ടോ? ഇവനെ തനിച്ചു വിട്. ലാസ്റ്റ് ബാച്ചിലർ ഡേയാ, അവൻ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യട്ടെ. ഒരു പെണ്ണിനെ ചതിച്ചിട്ട് എൻജോയ് ചെയ്യാൻ പോകുന്നു. ഗൗരി പ്ലീസ്. ആയിക്കോ, നിങ്ങൾക്കൊക്കെ എന്തോ ആവാലോ. ജ്യോതിഷം, വിധി, മണ്ണാങ്കട്ട. നീ ഇതത്ര കാര്യമാക്കണ്ട. അവള് നിനക്കറിയില്ലേ, എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കേ. എങ്ങോട്ട് അന്വേഷിച്ചിറങ്ങുന്നത്? പോയിട്ട് ഒരു കാര്യമില്ല. നീല എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഇനി അവൻ പുറത്തു വരുന്നത് കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും. മനസ്സിലായില്ലല്ലേ? നീലിപ്പോ വേദയുടെ വീട്ടിലുണ്ട്. എല്ലാരും കൂടെ ചേർന്ന് പിടിച്ചു വെച്ചിരിക്ക. പോലീസും നാട്ടുകാരും വീട്ടുകാരും ആകെ നാറ്റ കേസാ. വേദ വിളിച്ചിരുന്നു. അവള് വാശിയില്ല. ആയിക്കോളാം ഞാനും പറഞ്ഞു. നാരായൺജിയും സ്വാതിയും ഔട്ട്, വേദ ഇൻ. ഏയ്, അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് നീയല്ല തീരുമാനിക്കുന്നത്, അവരാ. അവര് തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്താ മോളെ, എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല വല്യമ്മേ. കുഴിയിൽ വീഴാൻ പോയ ഒരാള് രക്ഷപ്പെട്ടെന്ന് പറയുമായിരുന്നു. ആര്? ഒരാള്. എനിക്കിപ്പോ ഫോൺ വന്നതാ. നീ എന്താന്ന് തെളിച്ചു പറ. ആ ഒന്നുമില്ലെന്നേ. ആ നിലവിളക്കൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ചെലപ്പോ വേണ്ടി വരും. എന്താ നിലവിളക്കോ? കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി. അയ്യോ കാക്കച്ചി കൊത്തി പോയി. ഇവൾക്ക് എന്താ വട്ടുപിടിച്ചോ? ഏതാള്? ഏത് കുഴി? ആർക്കറിയാം. എന്തു തീരുമാനിച്ചു? കല്യാണം കഴിക്കാൻ പറ്റില്ല സർ. അപ്പോ കേസ് ചാർജ് ചെയ്യേണ്ടി വരുമല്ലോ നീലേ. എന്തിനാ വെറുതെ ഭാവി കളയുന്നത്? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ കെട്ടിയാല്? ഇഷ്ടത്തിലായിരുന്നു എന്നല്ല സർ, ഇഷ്ടത്തിലാണ്. നാളെയും അങ്ങനെ തന്നെയായിരിക്കും. എന്റെ നിവൃത്തികേട് അത് പറഞ്ഞ സാറിന് മനസ്സിലാവില്ല. ഞാനിപ്പോ എന്താ വേണ്ടത്? സാറിന് ഇഷ്ടമുള്ളത് ചെയ്യാം. ചെയ്യാൻ വരട്ടെ. അതിനു മുൻപ് ഇവൻ ചെയ്ത തെറ്റെന്താണെന്ന് കൂടി പറയണം. നീ ആരാ? കസിന ഗിരി ശങ്കർ. പരാതി ഇത്തിരി കൂടിയനോ? വകുപ്പ് പീഡനത്തിൽ പെടും. പീഡനോ? നീലോ? ഇങ്ങനെയൊരു ചതി വേണമായിരുന്നു വേദ. അതും ഇവനോട്. ചതിയൊന്നുമല്ല. എന്റെ മുഖത്ത് നോക്കി പറയാമോ? സാർ അറസ്റ്റ് ചെയ്തോ, കൂടിയ വകുപ്പിട്ട് കേസും ചാർജ് ചെയ്തോ, ബാക്കിയൊക്കെ നമുക്ക് കോടതി വെച്ച് കാണാം. എല്ലാവരും കേൾക്കാനാ ഞാൻ പറയുന്നേ. ഇപ്പൊ ഇവിടെ ഇവൻ എന്തൊക്കെ സംഭവിച്ചാലും നാളെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഇവന്റെ കല്യാണം ഞങ്ങൾ നടത്തിയിരിക്കും. കല്യാണം മാറ്റിവെക്കാനൊന്നും ഒരു കോടതിയും പറയില്ല. അത് മുടക്കാമെന്ന് ആരും വിചാരിക്കുകയും വേണ്ട. പിന്നെ ഈ പരാതി, അത് സത്യമാണോ അതോ നുണയാണോന്നൊക്കെ കോടതിയിൽ വെച്ച് ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ ധൈര്യമായിട്ടിരിക്കടാ. ഇനി സുപ്രീം കോടതി പോവേണ്ടി വന്നാലും നമ്മൾ പോയിരിക്കും. ഇത്രയും കാലം സ്നേഹിച്ചെന്നൊരു തെറ്റേ ഇവൻ വേദയോട് ചെയ്തിട്ടുള്ളൂ. അതിന് ഇങ്ങനെ തന്നെ വേണം ശിക്ഷിക്കാൻ. നീല ഫോണിന് തന്നെ സംസാരിച്ചപ്പോ ദേഷ്യപ്പെട്ട് കട്ട് ചെയ്തു എന്നല്ലേ വേദ പറഞ്ഞത്? ഇപ്പോഴത്തെ ഫോണിൽ ഓട്ടോമാറ്റിക് റെക്കോർഡർ കാണും. ഞാനത് നോക്കട്ടെ. വേണ്ട സർ, എനിക്ക് പരാതിയൊന്നുമില്ല. ഇയാളെന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അപ്പൊ നേരത്തെ പറഞ്ഞതോ? അത് സോറി, തെറ്റുപറ്റിയതാ.
റിയലി സോറി. സോറി മിസ്റ്റർ നീൽ, ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. സാരമില്ല സർ, സത്യം സാറിന് ബോധ്യപ്പെട്ടല്ലോ. താങ്ക് യു സർ. ഓക്കെ. ഇപ്പം മനസ്സിലായല്ലോ, വീട്ടുകാരില്ലാത്ത നേരത്ത് ഒളിച്ചു വന്ന് തോന്നിയ ദിവസം കാണിക്കുന്നവനല്ല നീൽ മഹേഷ്. അതല്ല എൻ്റെ സംസ്കാരം. ഓ, ഒരു കണക്കിന് ഇങ്ങനെ തീർന്നത് നന്നായി. കല്യാണം എങ്ങാനും നടന്നിരുന്നെങ്കിൽ നമ്മൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇത്രയും എതിർത്ത് അവനെ കയറി മരുമോനെന്ന് വിളിക്കേണ്ടി വന്നാ. ഓ, നന്നായി. അതെ, എന്നാലും കെട്ടിന്റെ തലേന്ന് അവന് വരാൻ തോന്നിയതിന്റെ യുക്തി അതാ എനിക്ക് മനസ്സിലാവത്തെ. എന്തെങ്കിലും ആയിക്കോട്ടെ, നാളത്തോടെ കഴിയുമല്ലോ ശല്യം.